കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി നമുക്ക് പ്രതിവർഷം 6000 രൂപ ലഭിക്കുന്നുണ്ട്. ഇതുവഴി നമുക്ക് 20 ഇൻസ്റ്റാൾമെൻറ്റുകൾ ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 21ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ദീപാവലിയോടൊക്കെ തന്നെ ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ്. അതാകട്ടെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാന അറിയിപ്പ് തന്നെയാണ്. ഇത് പ്രകാരം ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾ അപേക്ഷ സമർപ്പിച്ച് ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ, മുൻപ് അപേക്ഷ വെച്ചപ്പോൾ 2019 ഫെബ്രുവരിക്ക് ശേഷമുള്ള സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്തവർ, അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ, അതുപോലെ തന്നെ സർക്കാർ ജോലിയുള്ളവർ, ഇങ്ങനെയുള്ള അനവധി ആളുകൾ അനർഹമായിട്ടുള്ള രീതിയിൽ ഇതിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് എന്ന്, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ളവരെ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അത് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പ്രത്യേകമായിട്ട് അറിയിപ്പായി വന്നിട്ടുണ്ട്. കൃത്യമായി നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി അറിയാൻ സാധിക്കും. കർഷകർ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അർഹരായിരിക്കാം, പക്ഷേ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അനർഹരുടെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടെങ്കിൽ, അതായത് അർഹതയുണ്ടായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ നേരിടേണ്ടതായിട്ട് വരും. ഉദ്യോഗസ്ഥർ നമ്മുടെ അർഹത പരിശോധന നടത്തുന്നതായിരിക്കും. അർഹരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധനസഹായം മുടങ്ങാതെ വീണ്ടും ലഭിക്കുന്നതാണ്. അനർഹമാണ് എങ്കിൽ മറ്റു നടപടികൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം ഒരു മുന്നറിയിപ്പ് PM കിസാൻ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. കർഷകരെല്ലാം തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. Please subscribe our channel.